ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്താ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നതെന്നല്ലേ പറയാം. രാവിലെ സമയം 4:30 ആവാൻ പോകുന്നതേ ഉള്ളൂ. വെളുപ്പിന് രാവിലെ ഞാൻ അങ്ങനെ എഴുന്നേറ്റ് കാപ്പിയൊക്കെ ഇടുവാണേ. എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞുതരാവേ. അപ്പോൾ ഞാൻ കാപ്പിയൊക്കെ ഫ്ലാസ്കിലിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ വരുവാണേ. അപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ പോകും. അങ്ങനെ പുള്ളിക്കാരന് കുടിക്കാനുള്ള കാപ്പിയൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് ഉറക്കത്തിൽ നിന്ന് മോനെയും പൊക്കി എടുത്തുകൊണ്ട് വരുന്ന വരക്കുക. വിളിച്ചിട്ടാണെങ്കിൽ അത് എഴുന്നേറ്റില്ല. അങ്ങനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത് വെളുപ്പിനായതുകൊണ്ട് നല്ല തണുപ്പല്ലേ. അങ്ങനെ ടവലൊക്കെ ഇട്ട് കൊടുത്ത് പുള്ളി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി റെഡിയായി. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ കാപ്പിയൊക്കെ സ്വന്തമായിട്ടിട്ട് കുളിച്ച് റെഡിയായിട്ട് എന്നെ വിളിച്ചുണർത്തിയത്. അങ്ങനെ ഞാൻ എന്തെങ്കിലും പോകുമല്ലേ, പോകുന്ന വഴിക്ക് കുടിക്കാൻ കാപ്പി ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ കുടിക്കാൻ കാപ്പിയൊക്കെ ഫ്ലാസ്കിലാക്കി റെഡിയായി. ഞങ്ങളങ്ങനെ ഇറങ്ങാൻ പോവാം കേട്ടോ. നല്ല ഇരുട്ടാണ്. 4:30 ആയിട്ടേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട്. ഇവിടെ ഒരാൾ ഉറക്കം തൂങ്ങി കുത്തിയിരിക്കുക. അങ്ങനെ കയ്യിൽ കിട്ടിയൊരു ഷോളും എടുത്തുകൊണ്ട് ഞാൻ കമ്മലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. രാത്രിയല്ലേ, ആര് കാണാനാ എന്നും പറഞ്ഞ വലിയ കാര്യത്തിൽ ഒരു ഹെൽമെറ്റ് എടുത്തിട്ടുണ്ടേ. തണുപ്പല്ലേ, ചെവിയിൽ കാറ്റ് കയറി പെട്ടെന്ന് ജലദോഷമൊക്കെ വരുന്നതുകൊണ്ട് ഹെൽമെറ്റ് എടുത്തിട്ട് ഞങ്ങൾ 3 പേരൂടെ അങ്ങനെ പോവുകയാണ്. ഞങ്ങളിവിടെ അടുത്ത് വരെ പോകുന്നുള്ളൂ കൊണ്ടാക്കാൻ. വെളുപ്പിന് 5 മണിക്കാണ് ബസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. ഒരു 4:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ എന്തായാലും ഇറങ്ങി. തൊട്ടടുത്ത് തന്നെ, ഏകദേശം ഒരു 2 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടെ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ വല്യപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു. റോഡിലൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ പരിസരത്തൊന്നും ആരും കാണത്തില്ലായിരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇങ്ങനെ നോക്കി നിൽക്കുക, ബസ് എപ്പോഴാണ് വരുന്നതെന്നും പറഞ്ഞ്. അങ്ങനെ സച്ചുവിൻ്റെ വീഡിയോ എടുത്തപ്പോൾ അവൻ എന്നെ വഴക്ക് പറഞ്ഞു, അമ്മേ മതി, എൻ്റെ വീഡിയോ എടുക്കണ്ട. അവനാണെങ്കിൽ പോവാമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. അവൻ ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു. അങ്ങനെ എന്നെ അവസാനം വഴക്കൊക്കെ പറഞ്ഞു. ഒരു വിധത്തിൽ ഞങ്ങൾ അങ്ങനെ മെരുക്കിയെടുത്ത് ഞാൻ പറഞ്ഞു, മോനെ കുറച്ച് നേരം കൂടി ഇരിക്കാം, പപ്പ പോകുന്നത് കണ്ടിട്ട് പോവാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ എടുക്കുവാണെന്നും പറഞ്ഞു കേട്ടോ ഈ ബാക്കിൽ വന്ന് നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് ഫോട്ടോ അല്ല വീഡിയോ ആണെന്ന്. ഞങ്ങളങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്ന സമയത്താട്ടോ ബാങ്ക് കേട്ടത്. അപ്പം ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും പാല് വണ്ടി വരുന്നതും ചായ ഇട്ട് കുടിക്കുന്നതും എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ലാസ്റ്റ് ഞങ്ങൾക്കൊരബദ്ധം പറ്റി കേട്ടോ. ഒരബദ്ധം പറ്റി. ലാസ്റ്റ് വീഡിയോ മാത്രം കിട്ടിയില്ല. ഞാനൊന്ന് ഉറങ്ങിപ്പോയി വീഡിയോ ഓണാക്കി വെച്ചിട്ട്. ബസ് വന്നതും പുള്ളിക്കാരൻ കയറി പോകുന്നതും ടാറ്റ തന്നതും ഒക്കെ ഞാൻ വീഡിയോ എടുത്തായിരുന്നു. പക്ഷേ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. ഇതേപോലൊരു മണ്ടത്തരം എനിക്കല്ലാതെ വേറെ ആർക്കും പറ്റി കാണത്തില്ല. അവസാനം ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് പിന്നെയും കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.